ഞങ്ങള് തിങ്കളാഴ്ച വന്ന് തുടങ്ങണമെന്നാ വിചാരിച്ചേ. അപ്പൊ സാറ് പറഞ്ഞു ചൊവ്വാഴ്ച മതിയെന്ന്. വെക്കോ അതെ ചായ കിട്ടുവോ? കട്ട മതി. കട്ട മതി. മധുരം ആവാം. ലൈറ്റ് കടുപ്പം കേട്ടോ. 3 എടുത്താണ്. അപ്പച്ചനും കൂടി ഇരിക്കില്ലേ? എനിക്ക് മധുരം പിന്നെ ഞാൻ ചായ എടുക്കാൻ പോവാണ്. ഒന്നും പറയരുത് കേട്ടോ. നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്നോണം. ഞാൻ ചായ എടുത്തോണ്ട് വരാട്ടാ. ഇതിപ്പോ തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ ടപ്പേന്ന് ഞങ്ങള് തീർക്കും. തുടങ്ങി കിട്ടാനാ ഒരു ബുദ്ധിമുട്ട്. ഇവര് ആരംഭ ശൂരത്വം എന്നൊക്കെ പറയൂലേ, അതെ അതിന്റെ ഒരു ഇതേ ഉള്ളൂ. ആരംഭ ശൂരത്വം എന്നല്ലടാ ഇനി പറയാ. അത് പറഞ്ഞോടാ എനിക്ക്. ഇതിന് മടീന്നാ പറയാ. കുഴപ്പ് വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞ ആള് മുരുക്കാണ്. പിന്നെ ഇത് സ്ഥലം എത്ര ഉണ്ട്? നിങ്ങളിത് വാങ്ങിക്കാൻ വന്നതല്ലോ, പണിയാൻ വന്നതല്ലേ? അതല്ല, ഇതേ നമ്മ സെന്റിന് 2 ദിവസം വെച്ചാണ് കൊട്ടേഷനെ. ഒരു സെന്റ് വൃത്തിയാക്കണേന് 2 ദിവസം എടുക്കും. ആദ്യം 1 ദിവസം പണിയടോ, അത് കഴിഞ്ഞ് ഞാൻ നോക്കട്ടെ. ഒരു 10 ദിവസത്തെ പണിയല്ലേ ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. കൂടിയ 25 അല്ലേ? ചെയ്ത് വേണ്ട, ചെയ്യുമ്പോ വൃത്തിയായിട്ട് ചെയ്യണ്ടേ? ഇപ്പൊ സമയം എത്രയായി? 9-9:30 മണി സമയം കഴിഞ്ഞില്ലേ? പണി സാധനം ഇല്ലാണ്ടെങ്കിൽ എന്തിനു വലിയ കയറി വന്നാണോ? എടോ തന്റെ സമയമല്ല പണിയെടുക്കണം, ഞങ്ങളാ പണിയെടുക്കണം. ഒന്നുമില്ല. അല്ല, ആള് വന്നപ്പോ തൊട്ട് വേറെ പണി കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. അടുത്ത കർക്കിടത്തിൽ പോയിക്കോളൂ. എന്തിനാവശ്യം? ഇതെടുത്തിട്ട് അങ്ങോട്ട് ചെയ്യാനുള്ള ഒരു ഉഷാർ കിട്ടണില്ല. ഞാൻ പറഞ്ഞല്ലേ വരണ്ടെന്ന്. അപ്പൊ മന്മേട്ടന് ഭയങ്കര നിർബന്ധം. അതൊക്കെ മര്യാദ കേട്. നമ്മളൊരു 500 രൂപ അഡ്വാൻസ് മേടിച്ചല്ലേ? ഗൾഫാരം വരുന്നു. ഉണ്ണി പച്ചപ്പുട്ടം പണി ചെയ്യണ പോലെ നിക്കണം. മന്മേട്ടാ, അത്രയും കുമ്പടണ്ട, നടുവിനും. എനിക്ക് തോന്നി അല്ല, ഇതിനല്ലേ ആദ്യം ചെയ്തമ്മ. അവിടെ അത് കുഴപ്പമില്ല, നമുക്ക് സാറിന്റെ അടുത്ത് പറയാം. സാർ വന്നല്ലോ. അല്ല ചേട്ടാ, ഇവിടെ പണിയൊന്നും നടന്നിട്ടില്ലല്ലോ. പറയണോണ്ടൊന്നും തോന്നരുത്. ഞങ്ങൾ ഇവിടെ 100 പണി തീർത്തിട്ട് പോണെന്ന് പറഞ്ഞാ വന്നത്. പക്ഷെ അതിനുമ്പ് ഞങ്ങളെയൊക്കെ മൂട് കളഞ്ഞില്ലേ? ആര്? സാറിന്റെ ഒരു അപ്പച്ചനോടായിരുന്നല്ലോ. അതെ, എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മള് തൊഴിലാളികളല്ലേ. ഒന്ന് ചേട്ടാ, വയസ്സായ ആൾക്കാരല്ലേ നിങ്ങൾ? അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് പണി ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു ഊർജ്ജം വേണം. ഉള്ളത് പോയി. അല്ല, അതിന് സാർ എന്തെങ്കിലും ഒരു വഴി കാണണം. ഞാനെന്ത് ചെയ്യാൻ? ഞാൻ നിങ്ങളല്ലേ അത് ചെയ്യേണ്ടത്. ഞാൻ കഴിക്കാറില്ല. ഞാൻ ഇതിന് പറഞ്ഞത് എന്റെ പെണ്ണുപിള്ളയുടെ സ്റ്റാറ്റസിന് ശരിയല്ലെന്ന് അവൾ എപ്പോഴും പറയാറുണ്ട്. ചേച്ചിയുടെ പണി അത് തൊഴിലുറപ്പിന്റെ പണിക്ക് പോവാ. സാറ് ഒരു 600 രൂപ ചെലവാക്കി ഞങ്ങൾക്ക് ഒരു ഫുൾ എടുത്ത് തന്നാ പണി ഇപ്പൊ തന്നെ തീർക്കാം. സാറ് നല്ല മനുഷ്യനാ. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഉള്ള ഉണ്ണി വരും. അല്ല, അച്ഛന്റെ സ്വഭാവം അറിയാലോ. മൂപ്പര് എന്നെ ചീത്ത പറഞ്ഞിട്ട് ആകെ പ്രശ്നം. അതൊക്കെ അടുത്ത് തന്നെ പോയിക്കോളൂ. അച്ഛനെ കൊണ്ട് ഇനിയും വർത്താനം പറയണ്ട. അവിടെ തരാം. എന്ത് ചെയ്തിട്ടാണ് ഇത് വെള്ളം കുടിക്കണം? നോക്കണ്ട്, ഇങ്ങോട്ട് നോക്കണ്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്. സാധനം കൊണ്ടൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തോണം കേട്ടോ. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് കിടക്കണം. ഇതൊക്കെയല്ലേ കുഴപ്പം. നിങ്ങളെ പണിക്ക് വിളിക്കാത്തതാണ് ഞാൻ. വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് പണിയെടുക്കണ്ടേ? എന്നിട്ട് ഇനിയിപ്പോ തുടങ്ങിയാ മതിയാ. മതിയാ? പിന്നെ അത് മതി. നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ